തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 ക്ഷേത്രങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കച്ചേരിപ്പറമ്പ് നരസിംഹ ക്ഷേത്രം, 2 കറുകപ്പുത്തൂർ അയ്യപ്പ ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് താലൂക്കിൽ കോട്ടോപ്പാടം പഞ്ചായത്ത് കച്ചേരിപ്പറമ്പ് എന്ന ഒരു വില്ലേജിലാണ്. എനിക്ക് തൊട്ട് പിന്നിലുള്ളത് ഈ കച്ചേരിപ്പറമ്പ് നരസിംഹ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീലകത്ത് വിഗ്രഹമില്ല. അതിൻ്റെ വിഗ്രഹത്തിൻ്റെ പാദം മാത്രമേ ഉള്ളൂ. വിഗ്രഹം എവിടെയാണ് കിടക്കുന്നതെന്നറിയില്ല. ഇവിടെ തീർത്ഥക്കിണറുണ്ടോ, തീർത്ഥക്കിണറിൽ കിടക്കുന്നുണ്ടോ എന്നറിയില്ല. ചുറ്റുഭാഗം ഈ ചുറ്റമ്പലം തകർന്ന നിലയിലാണ്. ഇതെങ്ങനെ തകർന്നു എന്ന് നമുക്കറിയില്ല. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ഇതിൻ്റെ തകർച്ചയെക്കുറിച്ച്, ഇനി ഈ ക്ഷേത്രം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇതിനെക്കുറിച്ച് ഒക്കെ ഇവിടെയുള്ളവരെ കൊണ്ട് തന്നെ നമുക്ക് ആ ചരിത്രവും വർത്തമാനവും അവരുടെ ഭാവിയിലുള്ള ചിന്തകളും ഒക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ 63 വയസ്സിൻ്റെ ഉള്ളിലും ഈ അമ്പലം ഇങ്ങനെ തന്നെയാണ്. ഇത് എത്ര തലമുറ മുന്നില്ലതാണെന്ന് നമുക്കറിയില്ല. ഈ വയസ്സിൻ്റെ ഉള്ളിൽ ഇത് ഏത് കാലവും ഇങ്ങനെയാണ് കിടക്കുന്നത്. ഞാനിത് 10-12 വയസ്സിൽ കാണാൻ തുടങ്ങിയ അമ്പലമാണ്. അപ്പോൾ അത് അന്ന് വൈക്കോലുകൊണ്ട് മേഞ്ഞിരുന്നു. അതൊക്കെ കുറേശ്ശെ അറിയുന്നുണ്ട്. ഇതിൻ്റെ അങ്ങേ ഭാഗത്ത് കിണറുണ്ട്. ഇനിയിപ്പോൾ ഇത് ശരിയാക്കി എടുക്കണം എന്നാണ് ആഗ്രഹം. ഒരു വട്ടശ്രീകോവിലായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ താമ്പൂല പ്രശ്നത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ്, തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. ഇത് വട്ടശ്രീകോവിലാണ്. അത് ശരിക്ക് ഇത്തരത്തിലുള്ള ശ്രീകോവിലുകളുടെ മഹാത്മ്യം വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ശ്രീകോവിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണവും നമ്മുടെ കേരളത്തിൽ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു രൂപീകരണമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും ഇതൊരു മഹാക്ഷേത്രത്തോട് ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തകർക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥയാണിത്. നോക്കൂ, ഇതിന് മേൽക്കൂരയൊന്നുമില്ല. ഇത് വട്ടശ്രീകോവിലോട് കൂടിയ ഒരു ക്ഷേത്രമാണ്. വട്ടശ്രീകോവിലാണെങ്കിലും ശ്രീലകത്തിനകത്ത് ചതുരശ്രീകോവിലാണ് എന്ന് തോന്നിപ്പിക്കും. ഇതിൻ്റെ താഴെ ഉള്ളത് തകർക്കപ്പെട്ട വിഗ്രഹത്തിൻ്റെ അവശേഷിപ്പായിട്ടുള്ള ഒരു പാദം മാത്രമാണ്. പിന്നെ ഈ സോപാനത്തിനൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതേസമയം ശ്രീകോവിലിൻ്റെ വാതിലുകൾ ഇതിലില്ല. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥ. ഏതാണ്ട് 2000 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഞാൻ ഇവിടെ വന്നിട്ട് 40 വർഷത്തോളമായി. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാണുമ്പോഴത്തേന് ഈ അമ്പലം ആകെ ദുർബലപ്പെട്ട് ഇതേ സ്ഥിതി കിടക്കുകയാണ്. ഇവിടെ പരിസരവാസികളെന്ന് പറയുന്നത് കാരണം അന്യമതസ്ഥരാണ് കൂടുതലുള്ളത്, 4 പേരുള്ളത്. കുറച്ച് നമ്മുടെ ഇതിനോട് വിശ്വാസമുള്ള ആൾക്കാർ താമസിക്കുന്നത്
ചുരുങ്ങിയത് 1 കിലോമീറ്റർ 1.5-2 കിലോമീറ്ററൊക്കെ അപ്പുറത്താണ് താമസം. ആയതിനാൽ ഈ ക്ഷേത്രത്തിലേക്ക് നിത്യം വന്നു പോകാനുള്ള അസൗകര്യങ്ങൾ പലതുമുണ്ട്. ആയതിനാൽ ഈ ഭാഗത്തേക്ക് ആൾക്കാർക്ക് വരുവാനോ ഇതിനോട് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല. മാത്രമല്ല ഇത് ആദ്യം മുതലേ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പണത്തിൻ്റെ സോഴ്സ് നല്ല വേണ്ടി വരും. കാരണം ഇവിടെ ഈ ചുറ്റുപാടിലുള്ള ഈ മരങ്ങളല്ലാതെ മറ്റൊരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇതിൽ യാതൊരു മുതലും ഇല്ല. ഉടഞ്ഞു പൊളിഞ്ഞായിട്ടുള്ള ക്ഷേത്രങ്ങൾ, ഒരു 3 ക്ഷേത്രങ്ങളായിട്ടുള്ളൊരു സമുച്ചയമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒന്ന് ഈ നരസിംഹമൂർത്തി ക്ഷേത്രം, മറ്റൊന്ന് കുന്നശ്ശേരിയിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം, പിന്നെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളും ഒരുമിച്ചാണ് ഇവിടെ നടന്നിരുന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തോ അതോ മാപ്പിളലഹക്കാലത്തോ എന്നറിയില്ല, ഇത് തച്ച് തകർപ്പെട്ട് നാമാവശേഷി കിടക്കുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ ഏകദേശം ഒരു 1992 ഇതിൻ്റെ ഒരു ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ട് ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ 4 പേരാണ് അന്ന് ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായിട്ടുണ്ടായിരുന്നത്. ഇത് തകർക്കപ്പെട്ട നമസ്കാര മണ്ഡപത്തിൻ്റെ തറയാണ്. ഇതിൻ്റെ കാലുകളൊന്നും കാണാനില്ല. ഇതിൻ്റെ തറയും മേൽക്കൂരയും ഒക്കെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇതെവിടെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. അത്യാവശ്യം ഈ കരിങ്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ അതിമനോഹരമായ ഒരു ശില്പചാതുരിയാണ് ഈ നമസ്കാര മണ്ഡപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നല്ലൊരു ശില്പി, അതിവിദഗ്ധനായ ഒരു ശില്പിയുടെ ഒരു ശില്പത്തിൻ്റെ കരവിരുത് ഉള്ള ഒരു നമസ്കാര മണ്ഡപമാണ്. ഈ നമസ്കാര മണ്ഡപം തകർക്കപ്പെട്ട നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളിതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിൽ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രയത്നം നടത്തുന്നുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും, ഹിന്ദു മതവിശ്വാസികളെയും ഭക്തജനങ്ങളെയും ഇവർ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ജീർണോദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച് ഇത് നല്ല നിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തി. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരു താമ്പൂല പ്രശ്നം നടത്തുകയും അതിനുശേഷം ഈ 3 ക്ഷേത്രങ്ങളിലും നിത്യപൂജ നടത്താൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ദിവസേന വിളക്ക് വെച്ച് ഇവിടുത്തെ ഇതിനോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിട്ടുള്ള പൊരുതൽമല കയറ്റം ദീപാവലി നാളിൽ അത് നല്ല രീതിക്ക് നടത്താൻ നമുക്ക് തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് 4 വർഷത്തോളം ഞങ്ങൾ നല്ല രീതിക്ക് ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. പുനരുദ്ധാരണത്തിന് വേണ്ടി ഉള്ള പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇനി മുന്നോട്ട് എന്തെന്ന് ഇപ്പോഴും ഒരു നിശ്ചയം ആയിട്ടില്ല എങ്കിലും ഇതുപോലെ ഓരോരോ വഴികൾ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ചാനൽ വഴിയാണെങ്കിലും ഇതൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കി ഇത് മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ആളുകൾ വരുന്ന രീതിയിൽ ഇത് അമ്പലമായിട്ട് തന്നെ പുനരുദ്ധാരണം നടത്തി ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം എല്ലാം കൊണ്ട് ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇവിടെ ജനങ്ങളുടെ എല്ലാവരെയും ആഗ്രഹം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയോടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നത്. തൊണ്ണൂറ്റിയാറിന് ശേഷം നമുക്ക് ഇത് ട്രസ്റ്റി ബോർഡിൽ അപേക്ഷ നൽകിയെങ്കിലും ഈ ട്രസ്റ്റി മെമ്പർമാരായിട്ട് ആരും അപേക്ഷ കൊടുക്കുകയോ അത് ട്രസ്റ്റിയായിട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഇത് പൂർവ്വസ്ഥിതിയിൽ ഈ തരത്തിലുള്ള ദുർബലപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയാണുള്ളത്. ഇതിനുശേഷം നമ്മൾ ഇവിടുത്തെ
കുറച്ച് കുട്ടികളൊക്കെ കൂടെ ചേർന്ന് പ്രവർത്തകർ കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കമ്മിറ്റി നല്ല രീതിയിൽ രൂപീകരിക്കാൻ അവർ കഴിഞ്ഞില്ല. പക്ഷേ അവർ കാര്യം ചെയ്തു, എല്ലാ വർഷത്തിലും ഇത് ഇവിടെ ഈ പുരതൽമല കയറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കാട് വെട്ടി തെളിയിച്ചിട്ട് അവിടെ മുതലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം നന്നായി പൂജ നടത്തി, അതുപോലെ തന്നെ മലകയറ്റമൊക്കെ ഗംഭീരമായിട്ട് നടത്തും. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിക്ക് ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ വീണ്ടും ഈ നമ്മളുടെ ഇതിവിടെ ഒരു തേക്ക് മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ മുറിച്ച് മാറ്റപ്പെട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് അന്വേഷണത്തിൽ ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർക്ക് നമ്മൾ ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി നമ്മൾ അവരോട് ബന്ധപ്പെടുകയുണ്ടായി. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു കോമ്പൗണ്ട് കെട്ടിയിട്ട് ഈ സ്ഥലത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വില്ലേജ് ഓഫീസറോട് ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ സർവേ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 73 സെൻറ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നമ്മളുടെ ഒരു ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടപ്പെട്ടുള്ള കാര്യങ്ങളാണ് ക്ഷേത്ര സംരക്ഷണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നമുക്ക് ക്ഷേത്രത്തെ നല്ല രീതിക്ക് ക്ഷേത്രങ്ങളെ ഈ ക്ഷേത്ര സമുച്ചയങ്ങളെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാവരുടെയും സഹായ സംഘടനകൾ നമ്മൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കോട്ടോപ്പാടം പഞ്ചായത്തിൽ ഇതുപോലെ തകർക്കപ്പെട്ട വേറെയും നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ചില ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണം ചെയ്തു, ബാക്കി ക്ഷേത്രങ്ങൾ ഇനിയും പുനരുദ്ധാരണം ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഇവിടെ ഈ നരസിംഹ ക്ഷേത്രവും അതുപോലെ തൊട്ടടുത്ത അയ്യപ്പ ക്ഷേത്രവും എല്ലാം പുനരുദ്ധാരണം ചെയ്യാൻ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം പഴയ രീതിയിൽ, ഇവിടെ ചുറ്റമ്പലം എല്ലാം തകർന്ന നിലയിലാണ് കിടക്കുന്നത്, ചുറ്റമ്പലം എല്ലാം തകർന്ന നിലയിൽ കിടക്കുന്നു. ഈ ക്ഷേത്രമെല്ലാം ചുറ്റമ്പലത്തോട് കൂടിയിട്ട് പുനരുദ്ധാരണം ചെയ്ത് നിത്യപൂജയോടുകൂടി ഈ ക്ഷേത്രത്തെ പഴയ പ്രൗഢിയോടുകൂടി കൊണ്ടുവരണമെന്നാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെയും ഇവിടെയുള്ള ജനങ്ങളുടെയും ആഗ്രഹം. അവരുടെ ആഗ്രഹം പൂവണിയട്ടെ, ഈ ക്ഷേത്രം, ഈ തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ സാധിക്കട്ടെ, നിത്യപൂജയോടുകൂടി ഈ ക്ഷേത്രം പ്രൗഢിയോടുകൂടി വലിയ നിലയിൽ മാറട്ടെ എന്ന് മാത്രമാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിൽ ഇനി നാം കാണാൻ പോകുന്നത് തകർക്കപ്പെട്ട രണ്ടാമത്തെ ക്ഷേത്രമാണ്. കറുകപ്പുത്തൂർ അയ്യപ്പ ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇത് മണ്ണാർക്കാട് താലൂക്കിൽ കോട്ടോപ്പാടം പഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ തന്നെ നമുക്ക് സാധ്യമല്ല. ഏതാണ്ട് 2000-ഓളം വർഷം പഴക്കമുണ്ട് എന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീലകത്ത് മുഴുവൻ, ഞാൻ 2019 ഈ ക്ഷേത്രഭൂമിയിൽ വന്നിരുന്നു. ആ സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീലകം മുഴുവൻ വലിയ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ വന്നപ്പോൾ വൃക്ഷങ്ങളെല്ലാം വെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കാണാം, ആ ശ്രീലകത്ത് തന്നെ ആ വലിയ വൃക്ഷത്തിൻ്റെ അടിത്തട്ട്
കട്ട് ചെയ്തതിൻ്റെ അടിത്തട്ടുകളൊക്കെ ഇപ്പോഴും കാണാം. അതുപോലെ തകർന്നു കിടക്കുന്ന അയ്യപ്പ വിഗ്രഹം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ തകർന്നു കിടക്കുന്ന മറ്റ് അവശിഷ്ടങ്ങളും നമുക്ക് കാണാം. ഇവിടെ തന്നെ ഈ ക്ഷേത്രഭൂമി മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ ഇത്തരം ക്ഷേത്രങ്ങളൊന്നും ഈ രീതിയിലൊന്നും കടന്ന് കാണാൻ പാടില്ല. ശരിക്കും ക്ഷേത്രം ഗവൺമെൻറ്റിൻ്റെ ഒരു അധീനതയിലുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ബോർഡ് ഒരിക്കലും ഇതൊരു പൊൻതിലകമൊന്നുമല്ല ഇത്തരം ക്ഷേത്രങ്ങൾ. അത് ഈ ദേവസ്വം ബോർഡിൻ്റെ ആളുകളെങ്കിലും ഇത്തരം ക്ഷേത്രങ്ങളുടെ ഞങ്ങളുടെ ഈ പരമ്പര ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ കാണും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒരിക്കലും ഇത്തരം ക്ഷേത്രങ്ങൾ, തകർക്കപ്പെട്ട ഇത്തരം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡുകൾക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരുപാട് പഴക്കമുള്ളൊരു അമ്പലമാണ്. നമ്മളെ ഓർമ്മയൊക്കെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഈ അമ്പലം ഇങ്ങനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് മുമ്പ് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശബരിമല പോണ ആൾക്കാരുടെ ഒക്കെ ഇടത്താളകളായിട്ട് നമ്മൾ കൊണ്ടു നടന്നിരുന്നത്ര. പിന്നെ അവർക്ക് ഇത് കൊണ്ടു നടക്കാൻ സാധിച്ചില്ല. പിന്നെ രണ്ടാമത് മാത്രമല്ല, നമ്മൾ ഈ ഭാഗത്തൊന്നും ഹിന്ദുസിൻ്റെ വീടുകളില്ല, ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഏരിയൻ്റെ ഒരു മധ്യഭാഗമാണിത്, സെൻറ്ററാണ്. ബസ് വന്ന് തിരിക്കുന്ന സ്ഥലം, അങ്ങനെ 4 ഭാഗത്തു നിന്നുള്ള വഴിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഒന്നര ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ഭൂമിയാണിത്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രഭൂമിയിലാണ് ഈ വിധത്തിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നത് ലജ്ജാകരമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കമൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. പ്രധാനമായിട്ടും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ചതുരശ്രീകോവിലോട് കൂടിയ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗവും മതിൽ എന്ന് പറയുന്നത്, ഭിത്തി എന്ന് പറയുന്നത് കരിങ്കല്ലാണ്. അപ്പോൾ കരിങ്കല്ല് നോക്കി നമുക്ക് ഇതിൻ്റെ കാലനിർണ്ണയം നടത്താൻ സാധിക്കില്ല. അപ്പോൾ ചുറ്റുഭാഗം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചതുരശ്രീകോവിലോട് കൂടിയുള്ള ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളും ചതുരമാണ്. മാത്രമല്ല, ഇത് ചുറ്റമ്പലത്തോട് കൂടിയ ഒരു ക്ഷേത്രമാണെന്ന് നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ തകർക്കപ്പെടലുകൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്നതൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു കിണറുണ്ട്. ഇതിൻ്റെ തൊട്ട് ഭാഗത്തൊരു കിണറുണ്ട്. അത് ക്ഷേത്രഭൂമിയിലാണ് കിണറുള്ളത്. പക്ഷേ ആ കിണർ ഒരു തീർത്ഥക്കിണർ ആണോ അല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്, ഭക്തജനങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു സമയത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കാലത്ത് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കമ്മിറ്റിയിലെ ആളുകൾ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കിണർ കുഴിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ കിണറും നിൽക്കുന്ന ഭൂമിയും ഇതിൻ്റെ ഭാഗമാണ്. ഏതാണ്ട് 1.5 ഏക്കറോളം, 1 ഏക്കർ 48 സെൻറ്റ് ഭൂമിയുണ്ടെന്ന് പറയുന്നത്. 1.5 ഏക്കറോളം ഭൂമി ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രം പൂർണ്ണ പുനരുദ്ധാരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ, വളരെ നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരു ശാസ്താക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രമായിട്ട് ഇത് നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
ഏകദേശം 1.5 ഏക്കറോളം നീണ്ടു കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പൊളിഞ്ഞൊരു അമ്പലം കിടക്കാൻ നമുക്കൊരു നാണക്കേടുണ്ട്. പക്ഷേ നമുക്ക് പുനരുദ്ധാരണത്തിനുള്ള വകകളും കാര്യങ്ങളും നമുക്ക് അതിനുള്ള സഹകരണം ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കാൻ ഉള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ഷേത്രം ഇതിനോടനുബന്ധിച്ച് 3 ക്ഷേത്രങ്ങളുണ്ട്. ആ 3 ക്ഷേത്രങ്ങളും നല്ലൊരു രീതിയിൽ പുനരുദ്ധാരണം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാമ്പത്തികമായിട്ടും പിന്നെ അതുപോലെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കോട്ടപ്പാടം പഞ്ചായത്തിൽ കച്ചേരിപ്പറമ്പ് വില്ലേജിലുള്ള നരസിംഹ ക്ഷേത്രം, അതുപോലെ തന്നെ തകർക്കപ്പെട്ട അയ്യപ്പ ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. മറ്റൊരു എപ്പിസോഡിൽ പുതിയ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.